റഷ്യയുടെ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ റിയാക്ടർ ആർട്ടിക്കിന് കുറുകെ ഇപ്പോൾ യാത്രയിലാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ റിയാക്ടറാണ് എന്ന സവിശേഷതയും ഇതിനുണ്ട് എന്നത് റഷ്യയ്ക്ക് കയ്യടി നേടിക്കൊടുക്കുന്നുണ്ട്. എങ്കിലും മേഖലയിലെ ഗുരുതരമായ അപകട സാധ്യതകളെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പിന് റഷ്യ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ലെന്ന ആരോപണവും നിലനിൽക്കുകയും ചെയ്യുന്നു. ന്യൂക്ലിയർ ഇന്ധനം നിറച്ച അക്കാദമിക് ലോമോനോസോവ് ആർട്ടിക് തുറമുഖമായ മർമാൻസ്കിൽ നിന്ന് 5000 കിലോമീറ്റർ മാറി വടക്ക് കിഴക്കൻ സൈബീരിയയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂക്ലിയർ ഏജൻസിയായ റൊസാറ്റോം പറയുന്നത് സാധാരണ ഒരിടത്ത് പരമ്പരാഗത പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള ലളിതമായ ബദലാണ് ഈ റിയാക്ടർ എന്നത്. അത്തരം റിയാക്ടറുകൾ പ്രദേശത്ത് വിൽക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നതാണ്. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകർ ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ആശങ്കാകുലരാണ്. കാരണം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ ദുരന്തമാണ് ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം. പ്രിപ്യാറ്റ് എന്ന പ്രദേശത്തെ ചെർണോബിൽ ആണവോർജ പ്ലാന്റിലെ 4ാം നമ്പർ റിയാക്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ ദുരന്തമായി മാറുകയായിരുന്നു. റഷ്യൻ തനത് സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച ലൈറ്റ് വാട്ടർ ഗ്രാഫൈറ്റ് മോഡറേറ്റഡ് റിയാക്ടറുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന റിയാക്ടറാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ അപകടം മുന്നിൽ കണ്ട് ചെർണോബിൽ ഓൺ ഐസ് ന്യൂക്ലിയർ ടൈറ്റാനിക് എന്ന പേരിലാണ് അവർ അക്കാദമിക് ലോമോനോസോവിനെ വിളിക്കുന്നത് തന്നെ. മാത്രമല്ല റഷ്യയുടെ വടക്ക് ഭാഗത്തുള്ള ഒരു സൈനിക പരിശോധനാ സ്ഥലത്ത് ഈ മാസം ഒരു സ്ഫോടനം നടന്നിരുന്നു. ഇത് റേഡിയോ ആക്റ്റീവ് കുതിപ്പിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും പരിസ്ഥിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നുണ്ട്. 144 മീറ്റർ വരുന്ന അക്കാദമിക് ലോമോനോസോവിനായി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ 2006 മുതൽ റഷ്യ പ്രവർത്തിക്കുന്നുണ്ട്. 1990 മുതൽ ഫ്ലോട്ടിംഗ് റിയാക്ടർ എന്ന ആശയത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെ സംഘങ്ങൾ വിമർശിക്കുന്നുണ്ടെന്ന് ഗ്രീൻ പീസ് റഷ്യയുടെ എനർജി സെക്ടർ മേധാവി റാഷിദ് അലിമോവ് പറയുന്നു. ഏതൊരു ആണവ നിലയവും റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അപകടമുണ്ടാക്കുകയും ചെയ്തേക്കാം. പക്ഷേ അക്കാദമിക് ലോമോനോസോവ് കൊടുങ്കാറ്റിലും അപകടകാരിയാണ്. ഈ ഇന്ധനം ഉൾപ്പെടുന്ന ഏത് അപകടവും ആർട്ടിക് പ്രദേശത്തെ ദുർബലമായ അന്തരീക്ഷത്തെ സാരമായി ബാധിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിനെ മറികടക്കാനാകുന്ന സംവിധാനങ്ങളും അവിടെയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2100 ടൺ ഭാരമുള്ള കപ്പലാണിത്. 35 മെഗാവാട്ട് വീതം ശേഷിയുള്ള 2 റിയാക്ടറുകളാണ് ഇതിനുള്ളത്. ഏതായാലും വെള്ളത്തെയും ഐസിനെയും മലിനമാക്കുന്ന തരത്തിലാണ് നിലവിൽ ഈ റിയാക്ടർ ഉള്ളത് എന്നതിനാൽ തന്നെ പരിസ്ഥിതി പ്രവർത്തകരുടെ ആശങ്ക വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചിന്തിച്ചു നോക്കാൻ കഴിയുമോ, ഒഴുകുന്ന റിയാക്ടർ നമ്മുടെ കടലിൽ എത്രത്തോളം ഒരു കാട് തന്നെ കടലിൽ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനാൽ തന്നെ ലോകത്ത് എവിടെയൊക്കെയോ നടക്കുന്നത് എങ്ങനെ നമ്മളെ ബാധിക്കുമെന്ന് ചിന്തയാണ് മനുഷ്യൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിലേക്ക് എത്തിച്ചത്. അതിനാൽ തന്നെ ഇതിനെ സാരമായി കാണാനും നമുക്ക് സാധിക്കില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.